വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഉണ്ണിവാവ വ്ലോഗ്സ്. അപ്പൊ എല്ലാവർക്കും നമ്മുടെ അടുത്തൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഞാൻ ഈ ഔട്ട്ഫിറ്റ് ഒക്കെ ഇട്ടിരിക്കുമ്പോൾ വിചാരിക്കുന്നത് എന്താണ് ഇതാണ് എന്റെ ഗൈസ് ബർത്ത്ഡേ ഔട്ട്ഫിറ്റ്. ഡീറ്റെയിൽസ് ഒന്നും ഞാൻ ഇപ്പോൾ ഒരുപാട് പറയുന്നില്ല, അവര് എനിക്ക് സർപ്രൈസ് കാര്യങ്ങളൊക്കെ തരുന്നുണ്ട്. അപ്പൊ എന്തായാലും വീഡിയോ ഫുള്ള് കണ്ടിട്ട് വരും കേട്ടോ. ഹാപ്പി ബർത്ത്ഡേ ടു യു. അപ്പോൾ ഇന്നാണ് എൻ്റെ കുട്ടിയുടെ ആ ദിനം, ജന്മദിനം. എൻ്റെ കുട്ടിക്ക് എല്ലാവരും ഒന്ന് വിഷ് ചെയ്യണം. എൻ്റെ പൊന്നോമിനേനെ എൻ്റെ കയ്യിൽ കിട്ടിയ ദിവസം, അതൊന്നൊരു വല്ലാതൊരു ദിവസമായിരുന്നു. ബിഫോർ 20 years പറയണ്ട. എന്നാലും സത്യത്തിലേട്ടോ ആ ഒരു ദിവസം എന്ന് പറയണത്, ചെറിയ കുട്ടിയാണ് മമ്മി, ഒന്നും അറിയില്ല, എന്തോ ഒരു ഇതിന് ഇങ്ങനെ കല്യാണം കഴിഞ്ഞു, കുഞ്ഞുമായി അവിടെ പോയി ലേബർ റൂമിൽ കിടക്കുമ്പോ ഒരു ഐഡിയ ഇല്ല. ഇപ്പോഴത്തെ കുട്ടികളുടെ അതുമല്ല കുറെ വേദന സഹിച്ച് ഇങ്ങനെ കൊറേ വേദന സഹിച്ച് കഴിയുമ്പോ ഇങ്ങനെ ചിരിക്കണ ഒരു മുഖം കേക്കെ കൊണ്ട് കരഞ്ഞു. അത് ഉണ്ണി. അപ്പൊ അങ്ങനെ ഒരു സുന്ദരി കുട്ടിയായിരുന്നു കേട്ടാ. പിന്നെ സത്യത്തില് ആ നിമിഷം എന്റെ കയ്യിൽ തന്നിട്ട് ഈ നിമിഷം വരും ഇവരെ കൊണ്ടൊരു ശല്യം എനിക്ക് ഉണ്ടായിട്ടില്ല. അന്ന് തൊട്ട് എന്റെ ഫ്രണ്ട്സ് ഒക്കെ പറയൂട്ടാ, മക്കളെ വളർത്തണമെങ്കിൽ അവളെ പോലെ വളർത്തണം, അല്ലെങ്കിൽ അവളെ കണ്ടുപിടിക്കണം. അങ്ങനെയല്ല, എന്ത് പറഞ്ഞാലും ഇവര് കേക്കും. ഇവരിനെ കൊണ്ടൊരു ശല്യം എനിക്ക് വേറെ കുട്ടികളെ കളിക്കാൻ പോകുമ്പോ ഞങ്ങൾ വീട്ടിലിരുത്തുക. ഞങ്ങളുടെ ഈശ്വര മമ്മിയുടെ ഒക്കെ ഫ്രണ്ട്സിന്റെ കുട്ടികൾ ഞങ്ങൾ അമ്മയുടെ അവിടെയൊക്കെ പോകുമ്പോ ഞങ്ങളുടെ മുന്നിൽ കൂടെ ശരിയായിട്ടില്ല. അതല്ല ഞങ്ങളുടെ മുന്നിൽ കൂടെ ഇങ്ങനെ പോകുന്നുണ്ടല്ലോ ഞങ്ങള്. അങ്ങനെയൊന്നല്ല കേട്ടോ, എല്ലാം ചെറുപ്പത്തിൽ നമുക്ക് തോന്നും അയ്യോ അങ്ങനെയല്ല. പക്ഷെ ഇപ്പൊ എനിക്ക് തോന്നുന്നു അതായിരുന്നു നല്ലത്. എനിക്കില്ല ഇങ്ങനെ ഓരോ വീട്ടിൽ നടന്ന് കളിക്കാൻ പോവുക, ഈ റോട്ടിൽ കൂടെ തേരാപ്പ, അതൊന്നും എനിക്ക് ഇഷ്ടമല്ല. ഞാൻ ആവശ്യത്തിന് കളിക്കാൻ കൂട്ടിലിട്ട് വളർത്തിയിരുന്നു. ആവശ്യത്തിനുള്ള ഫ്രീഡം ഒക്കെ. എന്നിട്ട് നിങ്ങക്ക് ഫ്രീഡം ഇല്ലല്ലോ. പറന്ന നാളായിട്ട് എനിക്ക് വാങ്ങിക്കെട്ടാന്നൊക്കെ ഉണ്ടാ. അപ്പൊ അങ്ങനെയൊക്കെ ആയിരുന്നു അങ്ങനെയൊക്കെ പറയാ. അങ്ങനെ കഴിഞ്ഞു, ഓരോരോ വർഷങ്ങൾ കഴിഞ്ഞു. ഇപ്പൊ ഞാൻ ഇവിടെ എത്തി നിൽക്കുമ്പോ എന്താണ് ഒരുപാട് കഷ്ടപ്പെട്ടു ചെറുപ്പത്തിലൊക്കെ വളർത്താനും വേണ്ടിയിട്ട്. അങ്ങനെ എല്ലാവരും രണ്ടാളും ഏകദേശം ഒരേ പ്രായമൊക്കെ ആയിരുന്നില്ല. ഇപ്പൊ നല്ല കഷ്ടമൊക്കെ ഉണ്ടായിരുന്നു. നിങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടില്ല എന്നല്ലോ, പക്ഷെ നിങ്ങളെ കറക്റ്റായിട്ട് നോക്കണമല്ലോ. അങ്ങനെ കുറെ കഷ്ടങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എങ്കിലും ഇവിടെ എത്തി നിൽക്കണോ. അപ്പൊ നിങ്ങൾ എന്നെ നോക്കേണ്ട ഒരു അവസ്ഥയിൽ എത്തി. അത്രയും നിങ്ങള് നല്ലോട്ട്. ഇപ്പൊ എനിക്ക് എന്താ പറയാനുള്ളത് വെച്ചാ, ഒന്നും പറയാനില്ല ഈ അവസരത്തിൽ. നല്ലത് വരട്ടെ. ഇത് പറഞ്ഞത് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്, പക്ഷെ അതിപ്പോ പറയാനില്ല. അതല്ല, ഇപ്പൊ പറയാനുള്ള എന്താ വെച്ചാ, ഇനിയും ഒരുപാട് വർഷങ്ങൾ ഇതുപോലെ സന്തോഷവും സമാധാനവും ആയുസ്സും ഐശ്വര്യവും എല്ലാം ഇട്ട് ദൈവം തന്ന് അനുഗ്രഹിക്കട്ടെ എൻ്റെ കുട്ടികളെ രണ്ടുപേരിനെ. കാരണം എന്താ വെച്ചാൽ, ഞാൻ പറഞ്ഞില്ലേ, മമ്മി ഭയങ്കരമായിട്ട് മക്കളിൽ ഭയങ്കര ഫീലിങ്സ് ഉള്ള ഒരാളാണ്. അപ്പം അതുകൊണ്ട് നല്ലത് വരത്തട്ടെ, നമുക്ക് നല്ല ജോബും എല്ലാം കിട്ടി നല്ല വലിയ ആൾക്കാരായിട്ട് മാറട്ടെ കേട്ടോ. എല്ലാവരെയും നോക്കാനുള്ള നല്ല മനസ്സിൻ്റെ ഉടമകളാവട്ടെ. അല്ലാതെ കുറേ പഠിച്ച് കുറേ ജോലിയല്ല, നല്ല രണ്ട് വ്യക്തികളാവട്ടെ കേട്ടോ. നല്ല വ്യക്തികളാവില്ലേ ഈ പെരുന്നാൾ ദിവസത്തില്? നീ എന്താ ഇങ്ങോട്ട് പറയാനുള്ളത്? എനിക്ക് ഞാൻ വിശ്വസിക്കാൻ പറ്റുന്നില്ല. എനിക്കിപ്പോ എന്റെ ടീനേജ് കഴിഞ്ഞു എന്നുവെച്ചാൽ ഇപ്പോഴും ഞാൻ പൊട്ടിത്തെറിച്ചുകൊണ്ട് നടക്കുകയാണ്. എനിക്കായിട്ടുള്ള ഒരു മെച്യൂരിറ്റിയോ ഒന്നും ഒന്നുമില്ല. എന്റെ പ്രായത്തിലുള്ളവര് കല്യാണം കഴിയുന്ന കുട്ടികളുണ്ടാവും, അതിന്റെ ഒരു മെച്യൂരിറ്റി എനിക്ക് വന്നിട്ടില്ല. ഇപ്പോഴും ഞാൻ എന്റെ ടീനേജ് ആ ഒരു ഇതിൽ തന്നെയാണ്. പക്ഷെ മൈ ടീനേജ് ഇപ്പോഴും അവിടെ നിന്ന് കണ്ട ചാടി ഇവിടെ കേറുന്നുള്ളു. അങ്ങനെ ഒരു ഇതാണ്. നടക്കട്ടെ, അത് അവരുടെ ഒരു ഭാഗ്യം. ഞാൻ മുന്നേ പറയായിരുന്നു, ഇപ്പോഴും വലിയ ചേച്ചിമാരൊക്കെ ഇപ്പോഴും ഞങ്ങളാ കുഞ്ഞു കുട്ടികൾ തന്നെ അച്ഛനമ്മ അത്. അപ്പൊ ഞാൻ ശരിക്കും എന്താ കുഞ്ഞു കുട്ടി എന്ന് പറയുന്നവര്. അപ്പൊ നമ്മള് വലുതാവും തോറും നമ്മളുടെ മൈൻഡ് നമ്മളനുസരിച്ച് മനസ്സ് വളരുന്നില്ല. ഞാൻ ഇപ്പഴാ കല്യാണം കഴിഞ്ഞ അവിടെ നിൽക്കുകയാണ്. ഇപ്പോഴും ഞാൻ എനിക്ക് ഇത്രയും, ചില ആൾക്കാർ പറയുമോ ഇത്ര വലിയ കുട്ടികളായിട്ട്, പക്ഷെ എനിക്ക് തോന്നുന്നില്ല എനിക്ക് ഇത്രയും വലിയ കുട്ടികളുണ്ടില്ല. എന്റെ മൈൻഡ് ഇങ്ങനെയാണ്. ഞാൻ ഇപ്പോഴും അവിടെ നിൽക്കുന്നത്, ആ കല്യാണം കഴിഞ്ഞ സ്ഥലത്ത്. എനിക്ക് ടൈമായി.
സുന്ദരി കോതേ തങ്കനീലാവേ. അതെ, ഇനി നമ്മളില്ലേ ഒന്ന് അതൊന്നും കൂടി പറയട്ടെ. ഇന്ന് സെലിബ്രേഷൻ ഒന്നും ഇല്ലാത്തോണ്ട് സങ്കടമൊന്നും ഇല്ലല്ലോ. ഒരു സങ്കടമില്ല. ഇന്നലെ ഒരു കേക്കും കൂടി മുറിച്ചില്ല കേട്ടോ ഞങ്ങള്. കാരണം എന്താ വെച്ചാ ഒന്നും കാരണം എപ്പോഴും നമ്മൾ ഓരോന്നും ഇതാക്കുമല്ലോ. പിന്നെ ഇപ്പൊ വിചാരിച്ചത് എങ്ങനെ ഈ വർഷം എങ്ങനെ അങ്ങോട്ട് പോട്ടെ. പാവം ബർത്ത്ഡേ ആയിട്ടും അതിനൊരു സ്വൈര്യമില്ല കേട്ടോ. അതിനെ കടക്കി വിട്ടിരിക്കുകയാണ് ഞങ്ങള്. വാക്കുട്ടി പഠിക്കണം. വാക്കുട്ടിക്കും എക്സാം ആണ്, ഉണ്ണിക്കും എക്സാം ആണ് കേട്ടോ. അപ്പൊ എന്താ പറയാ, പാവം പാലും ഇതും വാങ്ങിച്ചു തന്നിട്ടാണ് പോകുന്നത്. അതങ്ങോട്ടും അങ്ങോട്ടും പോണ് എന്ത് പിള്ള എങ്ങനെ പറഞ്ഞാലോ. ഇപ്പൊ തലതിരിഞ്ഞു പോയോ എന്തോ കേട്ടിട്ടില്ല. സത്തമാ സത്തമാ ഒന്നും കൂടി പറ. എടാ പോയിട്ട് വരാ പറയുന്നു കേട്ടോ ഉണ്ണി. ഡാ ഉണ്ണി പോയിട്ട് വരാ. അവര് പിന്നെ എല്ലാരോടും പറഞ്ഞിട്ടേ പോളൂ കേട്ടോ. നമ്മളെ സഹായത്തിന് വരുന്ന കുട്ടിയാണ്. അവരോട് പറയാണ് ബായുടെ ചക്കരേ. എത്ര മണിക്കാ വരിക? 1 മണിക്ക് മുൻപ് എത്തണം കേട്ടോ. മമ്മിക്ക് വന്നിട്ട് വേണം പോവാൻ വേണ്ടിട്ട്. എനിക്ക് മൂർത്തിട്ടോ വൈദ്യരുടെ അടുത്തേക്ക് ഇരുന്ന് കൊണ്ടുപോകണം കേട്ടോ. നോക്കിപ്പോ. അപ്പൊ അങ്ങനെ സൂക്കൂട് മണി പോയി. ഓക്കെ, നമ്മളുടെ ഹാപ്പി ബർത്ത്ഡേ ത്രൂ യു കുട്ടി വന്നിട്ടുണ്ട്. എന്താണ് ത്രൂ യു കുട്ടി വന്നിട്ടുണ്ട്. മാമുണ്ടേ എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പർ. ആദ്യമായിട്ടാണ് ഒരു ബർത്ത്ഡേക്ക് ഒന്നും ഇല്ലാണ്ടുള്ള ഒരു ബർത്ത്ഡേ. അതെയോ മുണ്ണാ? വായോ. ഡ്രസ് മാറ്റുന്നുണ്ടോ? എല്ലാവർക്കും ഒരു 5 മിനിറ്റ് ഡ്രസ് മാറ്റി ഫേസ് ഒക്കെ ഒന്ന് വാഷ് ചെയ്യണോ? ശരി. ഞാൻ ഉണ്ണിക്കൊരു സമ്മാനം വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ ഷോർട്സ് ആണ് അത് എടുത്തിരിക്കുന്നത്. പോണതും വരുന്നതൊക്കെ വീഡിയോ എടുത്തിട്ടില്ല. അപ്പം അത് ഉണ്ണിക്ക് അറിയില്ല. അപ്പോൾ എന്തായാലും നമ്മളിത് വൈകുന്നേരം നമ്മളിത് കൊടുക്കുള്ളൂ. പിന്നെ കുറച്ച് ഡ്രസ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെന്തായാലും രാത്രി കേക്ക് മുറിക്കുമ്പോൾ കൊടുക്കാം. ഞാൻ അവളുടെ അടുത്ത് ഒന്നുമില്ല എന്ന് പറഞ്ഞേക്കുന്നത്. സദ്യ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞേക്കുന്നത് കേട്ടോ. എടി പൊന്നുമണി ഒന്ന് വായേ. അപ്പൊ അവിടെ ഇരുന്നോ. 12 മണിക്ക് വരുമ്പോട്ട് ഞാനൊക്കെ റെഡിയാക്കി. 2 മണിക്ക് ഉണ്ടത്. ഞാൻ എന്ത് എലിയിൽ വിളമ്പണ്. 4 എലി തരാം ഇല മുറിച്ച് വെച്ചതുകൊണ്ട്. 12 മണിച്ചാ 14 കുട്ടിയോട് ചോറുന്നാ ഞാൻ കേട്ടോ. എല്ലാവർക്കും ഇവിടെ പണിക്കാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഞാൻ എല്ലാവർക്കും കൊടുത്തു. അപ്പൊ എല്ലാ സംഭവങ്ങളും സെറ്റാക്കിയിട്ടുണ്ട്. ഇപ്പൊ മെസ്സായിട്ടാ കിടക്കണം. എന്നാൽ ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം എന്തൊക്കെയാ ഉള്ളത്. ഇത് ഒരു കച്ചമ്പറാണ്. മറ്റേ പൈനാപ്പിൾ കിച്ചടിയാണ്. പയറ്, മറ്റേ വെള്ളപ്പയറ്, തോരൻ. വെള്ളപ്പയറല്ല കേട്ടോ, മത്തങ്ങയും വെള്ളപ്പയറും കൂടി ഒരു ഓലനാണ്. അവിയലാണ്. പിന്നെ പപ്പടം, ചോറ്. ഇതവിടെ പഴമുണ്ട്. സാമ്പാർ, പുളിയിഞ്ചി, കിച്ചടി, മറ്റേ ബീട്രൂട്ട് കിച്ചടി, പായസം, വേറെ സേമിയ പായസം, സാമ്പാർ, ചോറ്. 2 ചെമ്പിൽ ചോറ് വെച്ചു കേട്ടോ. കാരണം തികഞ്ഞില്ല. ഇപ്പം ഇത് കഴിഞ്ഞു. അപ്പോൾ ഇനി ഇതൊന്നും എടുക്കാൻ വേണ്ട. നമ്മളിവിടെ ഞാൻ പറഞ്ഞില്ല പഴമാത്തിൻ്റെ പണി നടക്കുന്നതുകൊണ്ട് അവർക്കൊക്കെ ഞാൻ ഉണ്ണിയുടെ ബർത്ത്ഡേ സദ്യ കൊടുത്തു. അപ്പോൾ ഇതാ പപ്പടം. ഇനി വാവുകുട്ടിയുടെ ഫ്രണ്ട്സിന് ആരെയും കൊണ്ടുവന്നാൽ അവർക്കും കൊടുക്കാം. ബർത്ത്ഡേ ആയിട്ട് ആർക്കെങ്കിലുമൊക്കെ ഫുഡ് കൊടുക്കും. പിന്നെ നമ്മുടെ അമ്മച്ചനില്ലേ, അവിടെ അമ്മച്ചനൊരു പൊതിച്ചോറാക്കിയിട്ട് കൊണ്ടു കൊടുക്കണം കേട്ടോ. വാവുകുട്ടിയുടെ അമ്മച്ചനില്ലേ മൈനൂർ പാലത്ത്, അമ്മച്ചനും കൊണ്ടു കൊടുക്കണം കേട്ടോ. ഞാൻ പെട്ടെന്ന് പേടിച്ചു.
അപ്പൊ നമ്മളുടെ സുന്ദരിമണി ഇരുന്നിട്ടുണ്ട് ചോറുണ്ണാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇതൊക്കെയാണ് നമ്മളുടെ സദ്യ സാധനങ്ങൾ. എന്തൊക്കെയാണ് സാമ്പാർ, സാലഡ്, ഒരു കറി. ഒരു കറിയല്ല, അത് മത്തൻ കറി, പയറുപ്പേരി, പുളിയിഞ്ചി, ഒരു അവിയല്, ഒരു കറി. ഒരു കറിയല്ല, അത് പൈനാപ്പിൾ കിച്ചടി, ബീട്രൂട്ട് കിച്ചടി, തോരൻ, 2 തരം പായസം, ചെറുപയർ പായസം, സേമിയ പായസം, പപ്പടം, പഴം, ചോറ്, സാമ്പാർ. ഓക്കെ, കഴിച്ചോ കഴിച്ചോ. ഹാപ്പി കഴിച്ചോ. ഉണ്ണിമ, സമ്മാനൊന്നും ഇല്ലാണ്ട് സങ്കടം ഉണ്ടോ? ഇല്ല, ഒരു സങ്കടവും ഇല്ല. അതെ, സോറി ഉണ്ണിമ. മമ്മി എന്തെങ്കിലുമൊക്കെ വാങ്ങണം എന്നൊക്കെ വിചാരിച്ചതാ, പിന്നെ ആ മമ്മിക്കും വയ്യായിരുന്നു. നമ്മളെല്ലാ വട്ടവും സദ്യ മറ്റേ ഓരോന്നൊക്കെ ഒതുക്ക. എന്താണ് അതെനിക്ക് ഉറപ്പാ. അപ്പൊ മമ്മീനെ കൊച്ചാക്കിയില്ലേ? സൂപ്പറായിട്ട്. ഓക്കെ, എന്തായാലും കഴിച്ചോളൂ. ചിക്കൻ കഴിക്കണ പോലത്തെ സദ്യ. ഈ പിറന്നാൾ ദിവസമായിട്ട് തന്നെ പറയണ നോക്ക്. അതെ, ഇത് കഴിച്ചു കഴിഞ്ഞിട്ട് ഒളിഞ്ഞിരുന്നോ? പിടുത്തക്കാരിറങ്ങും, കുട്ടികളുടെ പിടുത്തക്കാരനെ പോലെ ജിമ്മിലെ ആൾക്കാര് ട്രീറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട്. അതെ, ഒളിഞ്ഞിരുന്നോ ഇനി കേട്ടോ. അപ്പൊ നമ്മുടെ കുട്ടി കഴിക്കിട്ടോ. വാവുകുട്ടി പാവം, വാവുകുട്ടിക്ക് 11 മണിക്ക് പോയി. വാവുകുട്ടി, അവൾക്ക് ഉച്ചയ്ക്കാണ് എക്സാം. അപ്പൊ വാവുകുട്ടി വൈകുന്നേരം വരുന്നത് കാണിക്കാം കേട്ടോ. വാവുകുട്ടിക്ക് ഞാനൊരു ഇല എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ വാവുകുട്ടിക്ക് ഇല കൂടെ ഞാനിനി കഴിച്ചിട്ടില്ല. അപ്പൊ ഞാൻ ഉണ്ണി ഇവളിന് ഞാൻ 12 മണിക്ക് തൊട്ട് കാത്തിരിക്കണതാ. ഇവള് വരണ്ടേ? ഇവള് ഇതുണ്ടോ കുട്ടികള് കേക്കൊക്കെ പാവങ്ങള് മുറിച്ചിട്ട് അത് അവർക്കോട് കൊടുത്തിട്ട് വരായിരുന്നില്ലേ പൊന്ന? ആ, പാവങ്ങള് അവര് കേക്കൊക്കെ മുറിച്ച് ഇതാക്കിയിട്ട് വന്നിരിക്കുകയാണ്. ഓക്കെ, എന്നാ കഴിച്ചോളൂ കേട്ടാ. ഡ്രസ്സ് യൂണിഫോമിൽ തന്നെ കഴിച്ചത് വേറെ ഒന്നും അല്ല കേട്ടോ. അവള് പിന്നെ അങ്ങനെ തന്നെ കഴിക്കാന്ന് പറഞ്ഞു. ഇനി നമ്മള് പുതിയ ഡ്രസ്സൊന്നും എടുത്തിട്ടില്ലല്ലോ, അപ്പൊ അതുകൊണ്ട്. അപ്പം ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് എൻ്റെ മമ്മി പാവം ക്ഷീണിച്ചു. എനിക്ക് കുറേ സദ്യയും സൂപ്പർ ടേസ്റ്റുള്ള സദ്യയൊക്കെ ഉണ്ടാക്കി തന്നെ എൻ്റെ മമ്മി ക്ഷീണിച്ചു. എൻ്റെ പൊന്നെ എൻ്റെ അടുത്ത് കിടക്കുവാണ്. പിന്നെ ഞാൻ യൂണിഫോം അയച്ചു വെച്ചിട്ടില്ല കേട്ടോ, ഇല്ലെങ്കിൽ ഒന്നും ഇങ്ങനെ ഞാൻ കിടക്കാറേ ഇല്ല. പക്ഷേ ഇത് രാവിലെ പോയിട്ട് ഞാൻ ഉച്ചയ്ക്ക് വന്നു, അതുകൊണ്ട് എന്താ അത്ര മെസ്സായിട്ടില്ല. എന്താ ചിരിക്കണേ? ഇപ്പം മുഖത്തേക്ക് വീണില്ല. മുഖത്തേക്ക് വീണെങ്കിൽ ഇഷ്ടിക മുഖത്തേക്ക് വീണ പോലെ ആയിരുന്നു. അപ്പം എന്തായാലും ഞാൻ ഹാപ്പി ആയി ഗൈസ്. ഞങ്ങൾ കുറച്ച് നേരം കിടന്നുറങ്ങട്ടെ. ഒരു മുത ഫ്രണ്ട്സൊക്കെ വരാന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു സ്വീരം തരുന്നില്ല അവർ. അപ്പോൾ അവർ വന്ന് സദ്യ കഴിച്ചിട്ട് പോട്ടെ എന്ന് വിചാരിച്ചു. പാവങ്ങൾ എന്താ അവർക്കൊന്നും പറഞ്ഞിട്ടില്ല. അതെ, അവര് പറയാ നീ തന്നെ ഞങ്ങളെ പിക്ക് ചെയ്യാൻ വരണം എന്നൊക്കെ പറഞ്ഞു. അപ്പൊ മമ്മി പറഞ്ഞു എന്തൊക്കെ പറഞ്ഞാലും ഇനിയിപ്പോ ഈ മോതിരങ്ങൾ വിൽക്കേണ്ടി വന്നാലും എന്റെ തങ്കത്തിന് ഞാൻ വിടില്ല. ആരാ തങ്കം? ഞാൻ. മോതിരങ്ങൾ എന്തിനാ വിൽക്കണത്? അവരെ മോതിരങ്ങൾ വിറ്റിട്ട് അവരെ ഇവിടെ എത്തിച്ചാലും എന്റെ തങ്കത്തിന് വിട്ട് എത്തിക്കില്ലാന്ന്. And I feel so tired. Bye. പോകാൻ വേണ്ടിയിട്ട് ആണ് റെഡി. എന്താ വെച്ചാൽ പിറന്നാളൊക്കെ കഴിഞ്ഞല്ലോ, ഒന്നും സമ്മാനവും കിട്ടിയില്ല. ഇനി പാവം ജിമ്മിന് പോവാ, വേറെ വഴിയില്ല. ബൈ ബൈ ചെല്ലോ. അപ്പൊ ഇന്നത്തെ ഹാപ്പി ബർത്ത്ഡേ കഴിഞ്ഞു. ജിമ്മിനും കൂടി കുറച്ച് 2-3 ആൾക്കാരുടെ വിഷസ് കേട്ടിട്ട് ടുഡേ. അതെ, അങ്ങനെ പക്ഷെ സമ്മാനമൊന്നും കിട്ടിയില്ല, ആരും തന്നില്ല അല്ലേ? അത് വിഷമായോ? വിഷമമില്ല എനിക്ക്. എനിക്ക് ഓൾറെഡി എല്ലാം. എനിക്ക് സത്യം പറഞ്ഞാല് 1-2 പിന്നെ എന്താ തരുക ഫ്രെയിം ഒന്നും നമുക്ക് അവിടെ ആവശ്യമില്ല. ഒക്കെ അവിടെ ഉണ്ടോ? ഒരു ഉമ്മ തരുമോ? ഞാൻ പോട്ടെ. തന്നോ 1.20 വെച്ച്. അതെ, എന്താണ്? ബൈ ബൈ. ഉണ്ണിക്ക് ഇന്ന് ബർത്ത്ഡേ ആണല്ലോ, അപ്പൊ കേക്കുമായിട്ട് വന്നതാണ് ചേച്ചി. ചേച്ചി പേരെന്താ? നീന്തു. 2 ആളുടെ പേര് കേട്ടോ.
രണ്ടുപേരുടെയും പേര് നീന്തുന്ന കേട്ടോ. എന്റെ പേരല്ല, അല്ല, ഉണ്ണിയുടെ പേരും ബേട്ടികളുടെ പേരും കൊണ്ടുവന്ന ആളുടെ പേര്. അപ്പൊ ഉണ്ണി പറഞ്ഞിരുന്നു മമ്മി ഒരു കേക്ക് വരുന്നു പറഞ്ഞിരുന്നു. അപ്പൊ ഉണ്ണീനെ കോണ്ടാക്ട് ചെയ്തിട്ട് മറ്റേ രാജേഷ് നമ്മള് ഫോട്ടോഷൂട്ടൊക്കെ എടുത്തില്ലേ അവര് വഴിയാണ്. അപ്പൊ കേക്ക് ഉണ്ണി കാണിച്ചു കൊടുത്ത അതേ സെയിം പോലെ ഉണ്ടാക്കിയതാണ്. ഉണ്ണി പറഞ്ഞത് ഇങ്ങനെ ഡ്രിപ്ഡ് ചോക്ലേറ്റ് പോലെ ഇങ്ങനെ വരണമെന്ന് കേട്ടോ. അപ്പൊ അതേപോലെ തന്നെ ഇങ്ങനെ 20 ഇങ്ങനെ ഭയങ്കരമായിട്ട് കൊടുത്തിട്ട് ഫോട്ടോ കാണിച്ചിട്ട് അങ്ങനെ തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. സെയിം അതുപോലെ തന്നെ ഉണ്ട് കേട്ടോ. പിന്നെ അതല്ല രസം, നമ്മൾ ഇത്രയും നല്ലൊരു കേക്ക് വരും നമ്മൾക്ക് അറിയില്ലായിരുന്നു. നമ്മള് വേറൊരു കേക്കും കൂടി വാങ്ങിച്ചു. അത് ഉണ്ണിക്കും അറിയില്ല. അത് ഉണ്ണിക്ക് അറിയില്ല, ഇത് ഞങ്ങൾക്കും അറിയില്ലായിരുന്നു. ആള് നല്ലൊരു അടിപൊളി ബൊക്കെ നമുക്ക് ഫെറാറി ചോക്ലേറ്റ്സ് അത് എടുക്കണ്ട അവിടെ ഇല്ല. അപ്പൊ എന്തായാലും നന്നായിട്ടുണ്ട്. എനിക്ക് ബൊക്കെ ഇഷ്ടപ്പെട്ടു. ജസ്റ്റ് എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. ഇനി ഡീറ്റെയിൽസ് കാര്യങ്ങൾ നമ്മൾ തുറക്കുമ്പോ കേക്ക് കഴിയുമ്പോ കാണിക്കാം കേട്ടോ. അതെ, നമുക്ക് എന്തായാലും എവിടെ സ്ഥലം കാര്യങ്ങൾ എന്നൊക്കെ അറിയാം. ഹോം മെയ്ഡ് ആണ്. നമ്മൾ എത്ര ദൂരത്തിനുള്ളവർ കൊണ്ടുവന്ന് തരും, എങ്ങനെ കാര്യങ്ങൾ ചേച്ചി പറയോ? അത് നമ്മളുടെ ഫ്രണ്ട് പേര് വന്നിട്ട് YSK എന്നാണ്. ഫ്രം മയന്നൂരാണ്. ഹോം മെയ്ഡ് കേക്ക്, ചോക്ലേറ്റ്, ഹാമ്പേഴ്സ്, പിന്നെ നമ്മൾ ചെറിയ രീതിയിൽ ഇവന്റ് വർക്കെല്ലാം കൊടുക്കുന്നുണ്ട്. അപ്പോ 3 കിലോമീറ്റേഴ്സ് ഫ്രീ ഡെലിവറി കൊടുക്കുന്നുണ്ട്. ശേഷം ചെറിയ ചാർജ് ഈടാക്കുന്നുണ്ട്. ലൊക്കേഷൻ എവിടെയാണെങ്കിലും നമ്മൾ അത് വന്ന് ഡെലിവറി ചെയ്യുന്നുണ്ട്. എന്തായാലും കോണ്ടാക്ട് ചെയ്താൽ മതി. തീർച്ചയായും കോണ്ടാക്ട് ചെയ്താൽ മതി. ഇതിൽ കോണ്ടാക്ട് നമ്പർ കൊടുക്കും. അപ്പൊ എന്തായാലും ഹോം മെയ്ഡ് കേക്ക് ആയതുകൊണ്ട് നമുക്കൊരു ട്രസ്റ്റ് ഉണ്ടാവൂല. അപ്പൊ നിങ്ങള് അടുത്തുള്ളവരും എല്ലാവരും ഒന്ന് കോണ്ടാക്ട് ചെയ്ത് നോക്കുക. അപ്പൊ എന്തായാലും ഡീറ്റെയിൽസ് ഒക്കെ ചേച്ചി പറയൂ. അപ്പൊ എനിക്ക് സത്യം പറഞ്ഞ ഈ ഷോപ്പിലുള്ള കേക്ക് കാര്യങ്ങൾ കഴിക്കുന്നതിനേക്കാളും എനിക്ക് ഹോം മെയ്ഡ് ആണ് ഇഷ്ടം. വേറൊന്നും അല്ല, ഇതാകുമ്പോൾ നമുക്കൊന്ന് വിശ്വസിച്ച് കഴിക്കാം. ഇപ്പൊ ഷോപ്പിൽ നന്നല്ല എന്നല്ല പറയണം, നമ്മളെല്ലാവരും അവിടെ നിന്നൊക്കെ തന്നെ വാങ്ങിക്കുന്നത്. എങ്കിൽ പോലും ഇതൊന്നും കൂടി ട്രസ്റ്റ് ആയിരിക്കും. കാരണം അവർ ഒത്തിരി ഇതൊന്നും ചേർക്കാതൊക്കെ ആയിരിക്കും ഉണ്ടാക്കുന്നുണ്ടാവുക. അപ്പൊ അതുകൊണ്ട് ഞങ്ങളിത് കഴിച്ചു നോക്കിയിട്ട് ബാക്കി ഫീഡ്ബാക്കും കൂടി പറയാം. ഇത് നമ്മൾ ഫസ്റ്റ് ടൈം ആണല്ലോ. ഇനി കണ്ടപ്പോ ലുക്ക് നമുക്ക് ഇഷ്ടപ്പെട്ടു. സപ്പോർട്ട് ചെയ്യാം. ഓക്കെ. അപ്പൊ എന്തായാലും ഇവരുടെ ഫുൾ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ കൊടുക്കാം. അപ്പൊ നമ്മൾ കഴിച്ചു നോക്കി നമ്മൾ നല്ല എങ്ങനെ നോക്കിയിട്ട് പറയാട്ടോ. അപ്പം ഉണ്ണി വന്നിട്ടില്ല, ഉണ്ണി ജിമ്മിന് പോയിരിക്കുകയാണ്. ഉണ്ണി വരുമ്പോഴത്തേക്കും ഞങ്ങൾക്ക് ഇതൊക്കെ റെഡിയാക്കണം. ഉണ്ണിക്ക് ഈ കേക്കിന്റെ കാര്യം അറിയാട്ടോ, കാരണം ഉണ്ണിയാണ് ഇതാക്കിണ്ടായത്. പക്ഷെ നമ്മുടെ വേറെ കേക്കിന്റെ കാര്യം ഉണ്ണിക്ക് അറിയാം. വേറെ കേക്ക് രണ്ടും പാടെ കമ്മല് വാങ്ങിച്ചിട്ടുണ്ട്, പിന്നെ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അതൊന്നും അവൾക്ക് അറിയില്ല. അപ്പൊ എന്തായാലും ചേട്ടാ ഓക്കെ, ബൈ ബൈ ബൈ. ഞങ്ങളുടെ ഉണ്ണി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ ഈ മോളേനെ ഇതുവരെ പിടിച്ചു നിർത്തിയതാണ്. പാവം പോവാൻ സമയമായിട്ടുണ്ടായിരുന്നു. എങ്കിലും ഉണ്ണീനൊന്ന് കണ്ടിട്ട് പോവാച്ചിട്ടായിരുന്നു കേട്ടോ. ആളിപ്പോ സെലിബ്രേഷൻ ഒന്നും ഇല്ലാച്ചിട്ട് യോയോ പാടിയിട്ട് വരികയാണ്. അപ്പൊ എന്തായാലും നമ്മൾക്ക് എന്താ ആളുടെ ഒരു എൻട്രിന്ന് നോക്കാം. അവിടെ ധന്യന്റെ ഉണ്ട് കേട്ടോ. ധന്യന്റെ ഇവിടെ വർത്താനം പറഞ്ഞ് നിൽക്കുക. നിങ്ങൾ വരും എല്ലാവരോടും, പൂച്ചേനോടും നായ്ക്കുട്ടീനോടൊക്കെ വർത്താനം പറഞ്ഞിട്ട് വരുമോ? ഇല്ല, കുറച്ച് വെച്ച് കൊടുക്ക്. സാമ്പാറും സദ്യയൊക്കെ എന്തുവാ? പാവ എത്ര നേരം ചേച്ചി കാത്തിക്കണത്. ഞാനവിടെ ജിമ്മിലും ഇങ്ങനെ ബർത്ത്ഡേ ആയിരുന്നല്ലോ. അപ്പൊ ചേട്ടന്മാരൊക്കെ കൂട്ടി ഇങ്ങനെ സംസാരിച്ചിരിക്കും. പിന്നെ അതില് ജിമ്മിലുള്ള ബോളാവളെ എല്ലാവർക്കും കൂട്ട് തട്ടാൻ. ചേച്ചി ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായും റിവ്യൂ അറിയിക്കുക. ഇഷ്ടപ്പെട്ടാൽ റിവ്യൂ തീർച്ചയായിട്ടും. എന്താ പേര്? എന്റെ പേര് നീതു. കേക്ക് മുറിച്ച ഇന്ന് കേക്ക് മുറിക്കുകയാണെങ്കിൽ നല്ല കേക്കാണ്. അപ്പൊ അതിനേതായിട്ടുള്ള കോസ്റ്റ്യൂമൊക്കെ ഇട്ടിട്ട് വേണം കട്ട് ചെയ്യാൻ വേണ്ടിട്ട്. അപ്പൊ ഞാൻ നിന്നോട് പറഞ്ഞതില്ലേ സ്റ്റുഡിയോയിൽ പോയിട്ട് ഒരു ടോപ്പ് എടുത്തോളാൻ വേണ്ടിട്ട്. പക്ഷെ ഇന്ന് സത്യത്തില് ടൈം കിട്ടി. സത്യത്തില് വെറുതെ ഇരിക്കായിരുന്നു. പക്ഷെ എന്താ മറ്റേ ടൈം കിട്ടി, പക്ഷെ ടൈം കിട്ടിയില്ല. അവള് പറയണേ ഞാനൊന്ന് ശരി കേക്ക് മുറുക്കി അവര് വന്നു പോയല്ലോ എന്ന് പറഞ്ഞപ്പോ ഞാൻ ഡ്രസ്സ് എടുത്ത് ഈ ഡ്രസ്സിൽ ഞാൻ കേക്ക് മുറിക്കൂല മമ്മി, നല്ല കേക്കാണെന്നൊക്കെ പറയുന്നത്. ഞാനൊരു ഡ്രസ്സ് തരാം, എന്റെ കൂടെ വാ. അങ്ങോട്ട് വാ, ഞാൻ എടുത്തിട്ട് വരാം. നീ എവിടെയെങ്കിലും പോയി നിൽക്ക്. കണ്ണടക്കി അങ്ങോട്ട് പോ. ഞാനിപ്പോ കൊടുക്കില്ലായിരുന്നു, പക്ഷെ അയ്യോ മമ്മി ഞാൻ ഈ ഡ്രസ്സ് ഇട്ടിട്ട് മുറിക്കില്ലേ ഉറപ്പിക്ക് പാവം തോന്നി.
താങ്ക് യു ചക്കരെ. ഞാൻ സത്യം പറഞ്ഞ കേക്ക് മുറിക്കുമ്പോ തരാന്നാ വിചാരിച്ചേ. അപ്പൊ ഞാൻ എന്തായാലും അത് ഇട്ടിട്ട് വാ വേഗം. നേരത്തെ എനിക്ക് പൊക്കി കാണിച്ചത് കണ്ടോ? ഇട്ടിട്ട് വന്നിട്ട് കേക്ക് മുറിക്കാൻ എനിക്ക് സെലക്ട് ചെയ്യട്ടെ, മാറും. ശരി. അവിടെ നിന്നിട്ട് സെലക്ട് ചെയ്യും. ചെരുപ്പൊക്കെ ഉണ്ട് എനിക്ക്. ഇത് ഫുള്ള് എനിക്കാ. അതോ അത് ഇതൊക്കെ എനിക്കാ. അല്ലാതെ പിന്നെ പിറന്നാൾ കുട്ടിയാരാ? ഞാൻ വാവി ഇതൊന്നും തൊട്ട് പോകരുത് കേട്ടോ. എന്നിട്ട് അവള് തൊടൂല്ലേ? ഇഷ്ടായോ? ഇതൊക്കെ ഇട്ട സൂപ്പർ. അന്ന് വേട്ടിട്ട് വായോ, നമുക്കിന്ന് കേക്ക് സെലക്ട് ചെയ്യട്ടെ. കാണിക്കണ്ട കാണിക്കണ്ട വേണ്ട. പാവട്ടെ, അതൊന്നും ഇല്ലാച്ചിട്ട് ഇരുന്നതാണ്. ജിമ്മിനുള്ള ടീഷർട്സ്. അതെ അതെ, എനിക്കുള്ളതാണ് രണ്ടെണ്ണം. എനിക്കിപ്പോ എന്താ ഇതാണോ? അത് 2 വെള്ളയും പർപ്പിളും, ബാക്കിയുള്ള ടീഷർട്ടുകളും പിന്നെ ചെരുപ്പും. അല്ലല്ലേ മമ്മിക്ക് നിങ്ങക്കാ. അത് അത് അതെനിക്കാ. തൊട്ടിട്ട് എനിക്ക് മനസ്സിലായത്. ശരി, വേഗം പോയിട്ട് ഡ്രസ് ചെയ്തിട്ടോ, പോയിട്ട് സുന്ദരിയായിട്ട് വാ. ചേട്ടോ ഇഷ്ടായോ? ഞാനേ ആ ഓട്ടോയില് പോകുന്നുണ്ട് പറഞ്ഞില്ലേ, ഇതായിരുന്നേ. ഇതെടുക്കാനാണ് ഒരു കാര്യം കൂടി പറഞ്ഞില്ലേ. നമ്മളെ കേക്കൊക്കെ സെറ്റ് ആയിട്ടുണ്ട്. ഹാപ്പി ബർത്ത്ഡേ ഉണ്ണി. ഇത് നമ്മൾക്ക് കൊണ്ടു തന്നത്. അപ്പൊ ഇത് ഞങ്ങള് വാങ്ങിച്ചേക്കാണ് കേട്ടോ. അവിടെ ഈ കേക്ക് കൊണ്ടുവരുന്നത് നമുക്ക് അറിയില്ലായിരുന്നു. ഇത് ഞാൻ ഉണ്ണിക്ക് വേണ്ടി കണ്ടു ഗൈസ്. ഇത് വേണമെങ്കിൽ തിരിച്ചു വെക്കാം, കാരണം ഞാൻ ഉണ്ണിക്ക് വരണമെങ്കിലും കണ്ടോട്ടിട്ടാണ് പറഞ്ഞ അങ്ങോട്ട് വെച്ചത്. രണ്ടും നേരെ എടുക്കും. ഇത് നമ്മള് മേടിച്ചത് നമ്മുടെ മിസ്റ്റർ ബേക്സ് ആണ് പറഞ്ഞ് ചെയ്യിപ്പിച്ചതാണ്. ഇത് നമ്മുടെ ചേച്ചി നീതു പറഞ്ഞ ചേച്ചി നമുക്ക് ഇവിടെ കൊണ്ടുതന്നതാണ് കേട്ടോ. അപ്പൊ നമ്മളിത് കഴിച്ചു നോക്കിയിട്ട് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ പറയാം. നന്നായിട്ട് ചെയ്തു കൊടുക്കുന്നുണ്ട്, ഹോം ഡെലിവറി കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഇത് കഴിച്ചിട്ട് ഉണ്ണിക്ക് അയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഉണ്ണി പറഞ്ഞു കൊടുത്ത പോലെ തന്നെ ഇങ്ങനെ ചോക്ലേറ്റ് ഉണ്ടോ ഇങ്ങനെ വരുന്ന പോലെ തന്നെ ആക്കി കൊടുത്തിട്ടുണ്ട്. ഉണ്ണി വിളിക്കാൻ പോകുന്നുണ്ട് ഉണ്ണിട്ടോ. വരട്ടെ ഞാൻ കേക്ക് നല്ല രസമല്ലേ? പക്ഷെ ഇത് ഇത്ര വലുതാണെന്ന് നമുക്ക് അറിയില്ലായിരുന്നു കേട്ടോ. വലുത് എന്റെ സുന്ദരിനെ വിളിക്കാൻ പോവാണ്. കൊടുത്തിട്ട് വിളിക്കുള്ളേ. അയ്യോ ഉണ്ണിയുടെ ഡ്രസ്സിന് നല്ല രസമുണ്ട്. ഇങ്ങനത്തെ ഒരു രാജകുമാരി പറഞ്ഞിട്ട് നമ്മള് കേക്കൊക്കെ ഓർഡർ ചെയ്തിട്ടില്ല. പോണതാ കേക്ക് മിസ്റ്റർ ബേക്സ് ഞങ്ങൾ പറഞ്ഞു ചെയ്യിപ്പിച്ചതാ. അടിപൊളിയായിട്ടില്ലേ? ഞാൻ ബോൾ എടുത്ത് അങ്ങനെ ഇറക്കണ്ടത്. എന്റെ ഫോൺ ആ ടേബിളിൽ. ഡ്രസ്സ് സൂപ്പർ ആയിട്ടുണ്ട്. പെട്ടാലും അവൾ എന്നും ഇങ്ങനെ തന്നെ, അതുകൊണ്ട് കുഴപ്പമില്ല. ഞങ്ങൾ കാണിക്കുമ്പോ എല്ലാം ഒന്നിച്ചാ കാണിക്കുക. എനിക്ക് നാളെ എക്സാം ആണ്. അപ്പൊ ഇതിന്റെ ഇടയിൽ ഉണ്ണി വേഗം പോവാ കേക്ക് കെട്ടിട്ട് പോവാന്നുള്ള ലെവല് വന്നാ മതി. മതിയിൽ നീ ആടിയത് മതിയിൽ നീ കേക്ക് കെട്ടി പോട്ടെ. ഞാൻ ഇപ്പൊ നോക്ക് എനിക്കിങ്ങനെ ഉണ്ണിയുടെയും മമ്മിയുടെയും നമ്മുടെയൊക്കെ ബർത്ത്ഡേ ഇങ്ങനെ ഒരു തിരക്കിന്റെ ഇടയിൽ വരുന്നത് ഇഷ്ടമല്ല. ഇതെന്ത് പണി കെട്ടിയത് അവിടെ വെച്ചൂലേ? നേരെ അവിടെ കൊണ്ടുവച്ചിട്ടില്ല. അപ്പൊ ഞാൻ അവൾക്ക് ഒരു സമ്മാനം കൂടെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇത് വാങ്ങിക്കാൻ പോണ ഉണ്ണിക്ക് ഇഷ്ടപ്പെട്ടില്ലേ നമുക്ക് ഒപ്പല്ല, അത് ഞാൻ ഇട്ടോളാം. ഉണ്ണി മമ്മിയൊക്കെ ഇട്ടോളൂ. താങ്ക് യു ഗൈസ്. കമ്മൽ ഇഷ്ടപ്പെട്ടു. അയ്യോ ഞാൻ സത്യത്തിലില്ലേ മമ്മി ഇത് കണ്ടപ്പോ ഞാൻ പാദസരാന്ന് വിചാരിച്ചു. പക്ഷേ എനിക്ക് പാദസര സത്യത്തിൽ ഇപ്പൊ എനിക്ക് യൂസ് ഇല്ല. പക്ഷെ ഇത് എനിക്ക് നല്ല യൂസ് ആണ് ഗൈസ്. പക്ഷെ അടിപൊളിയാണ്. ഞാൻ ഉണ്ണിയൊക്കെ കമ്മലിടാൻ നല്ല മടിച്ചോളാണ് കേട്ടോ. കമ്മലിടാൻ വലിയ താല്പര്യമില്ല. അതുകൊണ്ട് ഞങ്ങളൊരു
സ്റ്റെഡിന് എപ്പോഴും ഇടുക ചെയ്യാട്ടോ. അപ്പൊ ഗോൾഡ് കഴിക്കണ്ട. നല്ല രസമുണ്ട് കാരണം എല്ലാ ഔട്ട്ഫിറ്റിനും മാച്ച് ആയി പോണ പോലത്തെ ഒരു കമ്മല്. ഹാർട്ട് ഷേപ്പിൽ സ്റ്റോൺ വരുന്ന പോലത്തെ ഒന്ന് നടക്കാണ്ട് പിടിക്കുവോ? സ്റ്റോൺ വരുന്ന പോലെ. ഓക്കെ, അങ്ങനത്തെ ഒരു നല്ല രസമുണ്ട് കേട്ടോ. അയ്യോ മമ്മി, ഇത് സത്യത്തിൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. സത്യത്തിൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം ഭയങ്കര യൂസ്ഫുൾ എന്ന് വെച്ചാൽ എനിക്കിതൊരു വേണമെന്ന്. കാരണം ഏതൊരു ഔട്ട്ഫിറ്റിനും ഇത് മാറ്റേണ്ട ആവശ്യമില്ല. നല്ല രസമുണ്ട് എനിക്ക്. താങ്ക് യു. കുറച്ച് ദിവസമായിട്ട് ഇല്ലേ മമ്മി ഇടയ്ക്കിടയ്ക്ക് എന്നോട് ഇങ്ങനെ പറയും, എന്നിട്ട് ഇങ്ങനെ ഉമ്മ വയ്ക്കും. റീല് ഞാൻ മുന്നേ കണ്ടുണ്ട്. ഇവിടെ എനിക്ക് ഈ മണക്ക് പറയുമ്പോൾ എനിക്ക് കാര്യം മനസ്സിലായി. ഇവിടെ ഇറക്കിയിട്ടാണ് പൗഡർ കൂടെ. നമുക്ക് മനസ്സിലായിട്ടില്ല. അല്ല, നീ പറഞ്ഞപ്പോ തന്നെ അങ്ങനല്ല, റീലില് പറഞ്ഞപ്പോ തന്നെ, അല്ലാണ്ട് ഞാനായിട്ട് കണ്ടുപിടിച്ചതല്ല. അതൊക്കെ മുറുക്കിയല്ല കുറച്ച് വീഡിയോ ഇതുണ്ട്. അപ്പൊ വാവക്കുട്ടി ഇവിടെ ഇങ്ങനെ എന്താ പറയാ, പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫേഴ്സ് മാറി നിക്കണം. അയ്യോ ഉണ്ണിമ, കർട്ടൻ ഒരു കളറ്, ഉണ്ണിയുടെ ഡ്രസ് ഒരു കളറ്. പറയട്ടെ. അല്ല, വീഡിയോയില് പറഞ്ഞത് നിന്റെ വാവച്ചി മാത്രം എനിക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങിയിട്ടുണ്ടാവുന്ന്. വേണ്ട വേണ്ട, മമ്മി ഓൾറെഡി തന്നതാ. വേണ്ട, വാവെടുത്ത് കൊടുക്ക്. വാവെടുത്ത് കൊടുക്കുക. ഇതാട്ടോ നല്ല നല്ല ഭംഗിയുണ്ട് കേട്ടോ. അത് നല്ല ഇട്ട് നടക്കുക. എന്ത് സുഖാച്ചിട്ടാ വീണ്ട പന്ന. അപ്പൊ അത് വാവക്കുട്ടിയുടെ വകയാണ് കേട്ടോ. പിന്നെ ഒരു ടോപ്പും വാവക്കുട്ടിയുടെ വകയാണ്. വാവക്കുട്ടി ഇതിനു വേണ്ടി 2 ദിവസം പണിക്ക് പോയി ഇത് തരാൻ വേണ്ടിട്ട്. എന്നാ വെട്ടൊന്ന്. ഗൈസ്, അപ്പൊ നമ്മള് നമ്മുടെ കുഞ്ഞു മക്കള് 2 കൂടി കേക്ക് മുറിച്ചാണല്ലോ. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഇന്ന് ഇപ്പോഴാണ് എന്നോട് ഹാപ്പി ബർത്ത്ഡേ രാവിലെ അല്ലല്ല, അതുമല്ല ഞാൻ എപ്പോ പറഞ്ഞു അതിന്റെ മുകളില് ഹാപ്പി അങ്ങനെയല്ല. ഉണ്ണി, ഹാപ്പി ബർത്ത്ഡേ ചേച്ചി, ഹാപ്പി ബർത്ത്ഡേ, ഹാപ്പി ബർത്ത്ഡേ, അതിന്റെ ഉള്ളിക്ക് കേക്ക്, ഹാപ്പി ബർത്ത്ഡേ, ഹാപ്പി ബർത്ത്ഡേ, ബർത്ത്ഡ് ചേച്ചി. ഞാൻ ഇന്നലെ ഉണ്ടാക്കിയത്. ഓക്കെ, ഡ്രസ്സ് ഞാൻ എടുത്താണ്. വേറെ ടോപ്പൊന്നും എടുത്ത് താഴേക്കൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഉണ്ണി ഒന്ന് ഡിസൈൻ ചെയ്താട്ടോ അത്. ഓക്കെ, ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ടു യു. വെൽക്കം പാട് ബാവേ. ഹാപ്പി ബർത്ത്ഡേ ടു യു. Either good God bless you. 2 കേക്കും. Either good God bless you. ഉണ്ണി കാച്ചു കൊടുക്കാതെ കൊടുക്ക്. കാര്യണ്ട. ഹാപ്പി ബർത്ത്ഡേ കുട്ടി. ഇതിനുള്ളിൽ എന്തോ ചേച്ചി എന്തോ പീനട്ട് എന്തോ ഇട്ടുണ്ട്, അങ്ങനെ എന്തോ പറഞ്ഞു. പീനട്ട് കണ്ടായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ട്. ഉണ്ണി പറഞ്ഞത് വേറെയാണ്. അപ്പൊ ചേച്ചി ചോദിച്ചു ഇങ്ങനെ ഒരു പീനട്ടിന് എന്തോ ഇടട്ടേന്നല്ലേ. എനിക്കിപ്പോ നട്ട്സ് കിട്ടി, അതിന്റെ ഇത് നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ അതുമല്ല, അവര് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണോ റിവ്യൂ അതുപോലെ തന്നെ പറയാൻ വേണ്ടിട്ട്. ജെന്യൂൻ ആയിട്ട് പറയാൻ നമ്മൾ ജെന്യൂൻ ആയിട്ടാണ് പറയണത്. അതെ, നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ ഹോം മെയ്ഡ് ആയിട്ട് നമുക്ക് കഴിക്കാനും പറ്റി. അതിന്റെ ചോക്ലേറ്റ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്. ഇടയ്ക്കിടയ്ക്ക് ചോക്ലേറ്റ് കഴിക്കണ പോലെ നല്ലൊരു ടേസ്റ്റ് ഉണ്ട്. അപ്പൊ എന്തായാലും നിങ്ങൾ എല്ലാവരും ആവശ്യമുണ്ടെങ്കിൽ ഒക്കെ എല്ലാവരും അവരെ കോണ്ടാക്ട് ചെയ്യുക. നമ്മുടെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കാം കേട്ടോ. നമുക്ക് തരുന്നില്ല, എനിക്ക് തന്നാ മതി. നമുക്ക് വേണ്ട. എന്റെ മമ്മിക്ക് കൊടുത്തില്ലെങ്കിൽ ഇപ്പൊ ഇവിടെ ഒരു കേക്ക് ഉണ്ട്. ഓ ഓ ഇത് കൊടുത്തതല്ലേ. താങ്ക് യു. കുറച്ച് മതിച്ചത് മൊത്തം കഴിച്ചു. പൊക്കോ പൊക്കോ.
രണ്ടെണ്ണം കൂടി കെട്ടിപ്പിടിച്ചിട്ട് പുറത്ത് പറയാൻ പറ്റാത്തത് എന്തോ പറഞ്ഞു കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത്. പിന്നെ എനിക്ക് ക്ലിയർ ആയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇത് വേറെ വല്ലതാണ് എനിക്ക് വയ്യ. അവളൊന്ന് കെട്ടിപ്പിടിക്കാൻ പറയുമ്പോ ഇവിടെ ചെയ്തതാ പോയി പണി. ഇനി 2-3 ഷോർട്സ് എടുക്കണം. ഉമ്മ വെക്കേണ്ടോ മുഖം ഉമ്മച്ചനെ ബ്രഷിന്റെ ആവശ്യമില്ല ഞങ്ങളോട് അല്ലേ ഉമ്മ വെക്കാൻ എടുക്കുമ്പോഴേക്കും തുടങ്ങല്ലേ. അപ്പൊ ഞാൻ ഉണ്ണിക്ക് കംപ്ലീറ്റ് കൊടുക്കാൻ വേണ്ടി പോവാണ്. നല്ല ഇഷ്ടായി നല്ല ഭംഗിയില്ല. അപ്പൊ കമ്മലിടണ്ട. നല്ല രസമുണ്ട് ഈ റേഷ്യോ. ഇവിടെ നിന്ന് എടുക്കണോ ഉണ്ണിയെ വല്ല വീഡിയോ റീൽസിനെയും? ഡ്രസ് നല്ല രസമുണ്ടല്ലേ. ഇവിടെ കേക്ക് കട്ട് ചെയ്യായിരുന്നു. നല്ല ക്ലാരിറ്റി ഉണ്ട് മമ്മി. ഇവിടെ മമ്മി ഒന്ന് അവിടേക്ക് ഇരിക്കും. മമ്മിനെ കണ്ടില്ല. എന്നെ എത്ര കണ്ടാ മതി. ഇത് ഇനി കേടെടുത്ത് എവിടെയെങ്കിലും ഷൂട്ട് ഉണ്ടെങ്കിൽ അവിടെ എന്താ ഇങ്ങനെ പറയണേ? നല്ല ഭംഗി. ഇത് അയച്ചിണ്ടാട്ടാ വാക്കുട്ടിക്ക് മനസ്സിലായിട്ട് ഇങ്ങനത്തെ വാക്കുട്ടി ഇടോന്ന് എനിക്ക്. അയ്യോ, ഈ കമ്മല് മാത്രമായിട്ട് ഒരു ഫോട്ടോ എടുത്തില്ലല്ലോ. ഇല്ല അത് എടുക്കണം. അതെ ഒന്ന് ഒറ്റ കമ്പനി എടുത്താൽ മതി. മിഠായി കിട്ടിയാൽ എനിക്കുള്ളതല്ലേ? അതിന് ശരിക്കും മിഠായി ഉണ്ടോ? അത് വെറുതെ വെച്ചേക്കുമല്ലേ? അയ്യോ പാവാ കുട്ടിക്കൊന്നും കൊടുക്കായിരുന്നില്ലെന്നാ ധന്യന്റെ കുട്ടിക്ക്. ഫോട്ടോ എടുത്ത് നിന്ന് സത്യം പറഞ്ഞ ഞാനിതില് മിഠായി ഉണ്ടെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ഞാൻ വെറുതെ ഡെക്കറേഷൻ ചെയ്ത് വെച്ചേക്കുന്ന വിചാരിച്ചേ. പാവാ കൊച്ചായി മിഠായി വെച്ചേക്കുന്നു. കേക്ക് സത്യം പറഞ്ഞാൽ സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ. ഇതിന്റെ രണ്ടും കൂടി ഫോട്ടോസ് കാണാൻ നല്ല രസം തോന്നി. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ ഒരു സംഭവം. ഈ ഒരു ബൊക്കയും ഫെറർ റോഷറൊക്കെ വെച്ച് അഡ്ജസ്റ്റ് വെച്ചതും എനിക്ക് സൂപ്പറായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഈ ചേച്ചിനെ ഞാൻ മുന്നേ കണ്ടിട്ടോ, ഞാനായിട്ട് കോണ്ടാക്ട് ചെയ്തതും അല്ല. നമ്മുടെ എന്റെ ബർത്ത്ഡേ ഫോട്ടോഷൂട്ട് ചെയ്ത ഐഫ്രെയിം സ്റ്റുഡിയോയിലെ രാജേഷ് ഏട്ടൻ അല്ല നമ്മളുടെ ഒരു ഇതുണ്ടാവില്ലേ, ഫോട്ടോഗ്രാഫർ എന്നും എടുക്കുന്ന ഒരാളാണ്. കുടുംബ ഫോട്ടോഗ്രാഫറാണ്. ആ ചേട്ടൻ പറഞ്ഞു ഇങ്ങനെ ഒരാളുണ്ട് ഉണ്ണിയുടെ ബർത്ത്ഡേക്ക് കേക്ക് അങ്ങനെ പറഞ്ഞു. അപ്പൊ ഞാനും പറഞ്ഞു ഓക്കെ ഏട്ടാ വല്ലാണ്ടുള്ള മറ്റേ. അപ്പൊ എന്നോട് ചോദിച്ചു വല്ല ഐഡിയാസ് എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ഇല്ലാട്ട സെലിബ്രേറ്റ് ഒന്നും ചെയ്യുന്നില്ല, ചുമ്മാ സെലിബ്രേറ്റ് ഒന്നും ചെയ്യണില്ല, കേക്ക് കട്ട് ചെയ്യണോന്ന് തന്നെ വിചാരിച്ചിരിക്കണം. എന്തായാലും ഒരു കേക്ക് കട്ട് ഉണ്ടാവും, എന്നാ അത് ഓക്കെ എന്നാ കട്ട് ചെയ്യാന്ന് പറഞ്ഞു. അപ്പൊ എന്തെങ്കിലും ഐഡിയാസ് എന്തെങ്കിലും ഉണ്ടോ ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ഇല്ല അങ്ങനെയൊന്നും ഇല്ല, ചേച്ചിയോട് തന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറഞ്ഞു എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞിരുന്നു ചോക്ലേറ്റ് തീം ആണെങ്കിൽ എല്ലാ ഔട്ട്ഫിറ്റിനും മാച്ച് ആയി പോലെ. ഞാൻ അപ്പൊ ഔട്ട്ഫിറ്റ് ഒന്നും അതുവരെ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ കറക്റ്റ് ആയിട്ട് 20 എന്നൊക്കെ എഴുതിയിട്ട് നല്ലൊരു അടിപൊളി കേക്കും ബൊക്കയും കൊടുന്നു കേട്ടോ. എനിക്ക് അതുവരെ മുന്നേ കണ്ടിട്ടൊന്നുമില്ല. എന്തായാലും വാവത് അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേക്കും. പിന്നെ ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തുണ്ടെങ്കിലും ജെന്യൂൻ റിപ്ലൈ മാത്രം പറഞ്ഞാൽ മതി എന്ന് വെച്ചാൽ ജെന്യൂൻ ആയിട്ടുള്ള എന്താണ് ടേസ്റ്റ്, എന്താണ് കുറയ്ക്കേണ്ടത്, ജെന്യൂൻ ആയിട്ടുള്ളത് മാത്രം പറഞ്ഞാൽ മതി. ഒന്നും കൂട്ടിയോ കുറച്ചോ ഒന്നും പറയണ്ട. കൂട്ടി പറയുക അങ്ങനെ ഒന്നും ചെയ്യണ്ട, ജെന്യൂൻ ആയിട്ട് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. സത്യത്തിൽ നല്ല ടേസ്റ്റ് ഉണ്ട് കേക്ക്. ഫസ്റ്റ് ടൈം കഴിച്ചപ്പോൾ തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. പ്രത്യേകിച്ച് എനിക്ക് ഞാനൊരു ചോക്ലേറ്റ് ലവറും കൂടിയാണ്. അതുകൊണ്ട് ചോക്ലേറ്റ് കേക്ക് ആയതുകൊണ്ട് തന്നെ അതിലിടയ്ക്ക് നട്ട്സും കാര്യങ്ങളൊക്കെ കഴിക്കാനൊക്കെ ആയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ ഈ ചേച്ചിയുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് നമ്മൾ കൊടുക്കട്ടെ. അപ്പൊ നിയർ ബൈ ഉള്ള ആൾക്കാരൊക്കെ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. കേക്കൊക്കെ ഒന്നും ഇഷ്ടപ്പെടാത്ത ആരും ഉണ്ടാവില്ലല്ലോ അല്ലെ. ഹോം ഡെലിവറി ആണ്. ഹോം ഡെലിവറി ഒക്കെ അവൈലബിൾ ആണ്. പിന്നെ എന്തായിരുന്നു, പിന്നെ ഈ ഒരു ബർത്ത്ഡേ എന്ന് പറഞ്ഞാൽ ഒട്ടും ഞാൻ എക്സ്പെക്ട് ചെയ്തിട്ടില്ല. പറഞ്ഞ ഒട്ടും ഞാൻ ഒന്നും വേണ്ട, 20th ബർത്ത്ഡേ ആണ്, അതുകൊണ്ട് തന്നെ ഒന്നും അത് വേറൊരു സങ്കടം. ഒന്നും വേണ്ട, കാരണം എല്ലാ ബർത്ത്ഡേ ഇതുപോലെ സെലിബ്രേറ്റ് ചെയ്യില്ല. അപ്പൊ എപ്പോഴും സെലിബ്രേറ്റ് ചെയ്യാറില്ല. അപ്പൊ ഇപ്രാവശ്യം വിചാരിച്ചൊന്നും സെലിബ്രേഷൻ ഒന്നും വേണ്ട, ചുമ്മാ ആസ് യൂഷ്വൽ എങ്ങനെയാണ് ഒരു ഡേ അങ്ങനെ തന്നെ. പക്ഷെ എന്റെ മമ്മി ഉള്ളിടത്തോളം കാലം എന്റെ എല്ലാ ബർത്ത്ഡേയും എപ്പോഴും മമ്മി സ്പെഷ്യലാക്കും. എന്തേലൊക്കെ ഒന്നും ഇല്ല എന്ന് എന്തേലൊക്കെ പറഞ്ഞാലും എപ്പോഴും ആള് മമ്മി എന്റേന്നല്ല വാവക്കുട്ടിയുടെ ആയാലും അതെ ബർത്ത്ഡേസ് ഒക്കെ സ്പെഷ്യൽ ആക്കും. എന്തേലൊക്കെ സർപ്രൈസും എന്തേലൊക്കെ തന്നിട്ട് അതേപോലെ ഇപ്രാവശ്യത്തെ ബർത്ത്ഡേയും എന്റെ മമ്മിയെ സ്പെഷ്യലാക്കി തന്നു. താങ്ക് യു സോ മച്ച് മമ്മി, ലോട്ട്സ് ഓഫ് ലവ്. അപ്പോൾ പറഞ്ഞു നിർത്തിയ പോലെ എൻ്റെ എല്ലാ ബർത്ത്ഡേസും ഒരു പ്ലാനും കാര്യങ്ങളൊന്നും എനിക്കില്ലെങ്കിൽ പോലും മമ്മി എല്ലാ ബർത്ത്ഡേയും സ്പെഷ്യലാക്കാറുണ്ട്. എനിക്ക്
ഇല്ലെങ്കിൽ മമ്മിക്ക് സത്യം പറഞ്ഞാൽ കള്ളത്തരം ചെയ്യാൻ അറിയില്ല ഗൈസ്. പക്ഷെ എല്ലാ ഇതിലും എനിക്ക് ഒരു ഹിന്റ് കിട്ടാറുണ്ട്. പക്ഷെ ഇത് ലാസ്റ്റ് മൊമെന്റ് വരെ എനിക്ക് ഒരു ഐഡിയ ഉണ്ടായിരുന്നു. ഞാൻ കോളേജിലും കൂടി പോയത് കാരണം വരെ ഇവിടെ എന്താ ചെയ്യണമെന്ന് എനിക്ക് അറിയണ്ടായിരുന്നില്ല. ഈവൻ കേക്ക് പോലും ഞാൻ മേടിച്ചിട്ടില്ല, ഡ്രസ്സ് പോലും ഞാൻ മേടിച്ചിട്ടില്ല എന്നാണ് ഞാൻ വിചാരിച്ചിട്ടുള്ളത്. പക്ഷെ പെർഫെക്റ്റ് ആയിട്ട് മമ്മി എനിക്കൊരു ഡ്രസ്സും ഒക്കെ എടുത്തു. ഒന്നല്ല 2-3 എന്തായാലും താങ്ക് യു സോ മച്ച് മമ്മി. പിന്നെ വേറെ ചമ്മൽ, പിന്നെ കമ്മൽ. ഇനിയിപ്പോ മമ്മി ഞാൻ ഇപ്പൊ വിചാരിച്ചിരുന്നത് മമ്മി ഇനിയിപ്പോ എന്തെങ്കിലും എനിക്ക് സർപ്രൈസ് തരികയാണെങ്കിലും പാദസരം തരുന്നതാണ് ഞാൻ വിചാരിച്ചിട്ടുണ്ടായത്. കാരണം ഞാൻ പാദസരം ഇപ്പൊ ഇടയ്ക്ക് ഇടുന്നുണ്ട്. പക്ഷെ എന്റെ ഉള്ളിന്റെ ഉള്ളിലുണ്ടായിരുന്നു എനിക്ക് പാദസരം ഒന്നും വേണ്ട, എനിക്ക് അങ്ങനെ ആവശ്യമുള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല. പിന്നെ എനിക്ക് എന്താ വേണ്ടത്, പിന്നെ എന്താ മമ്മി എനിക്ക് തരാന്ന് ഞാൻ അങ്ങനെ ആലോചിച്ചിരിക്കും. പക്ഷെ എനിക്കൊന്നും ആവശ്യമുള്ളത് ഉണ്ടായിരുന്നില്ല. എന്റെ മനസ്സിൽ പോലും വരാത്തതാണ് കമ്മല്. അതും പെർഫെക്റ്റ് ആയിട്ട് എനിക്ക് എല്ലാ ഔട്ട്ഫിറ്റിനും മാച്ച് ആയി പോണേ എനിക്ക് ഇഷ്ടപ്പെടുന്ന പോലത്തുള്ള ഒരു കമ്മല് മമ്മി എനിക്ക് ഗിഫ്റ്റ് ചെയ്തു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എപ്പോഴും മമ്മി എന്നെ സർപ്രൈസ് ചെയ്യാനും എന്നെ സ്പെഷ്യൽ ആക്കാനും മമ്മി മറക്കാറില്ല ഗൈസ്. അപ്പൊ എത്രയായാലും താങ്ക് യു സോ മച്ച് മമ്മി. ഓക്കെ. അപ്പൊ നമ്മളുടെ ഈ ഒരു വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ള അടുത്തൊരു വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നവർക്ക് ബൈ ബൈ. Happy birthday to you. Happy birthday for you. 20 വയസ്സായില്ലേ? 20 ആയി. നല്ല ടേസ്റ്റ്, നല്ല ടേസ്റ്റ് ഉണ്ട്. എന്താ അറിയോ, Happy birthday to വാ, നമുക്ക് രണ്ടുപേരും കൂടി വാ. ഹാപ്പി ബർത്ത്ഡേ പറയണ തെണ്ടി. Happy birthday to you. ഞാൻ മാത്രം